ഹായ് നമസ്കാരം. ഇന്നൊരു കഥയായാലോ? ചില കഥകൾ നമുക്ക് ലൈഫിൽ എപ്പോഴും കേൾക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ചിന്തിക്കുന്നത് ഒരുപാട് മോട്ടിവേഷൻ നൽകും. അതുപോലത്തെ ഒരു കഥയാണേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയായിരിക്കും. പക്ഷെ എങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങളൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സഹായകമായിരിക്കും അത്തരത്തിലൊരു കഥ. എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കഥയാണിത്. ഇത് അക്ബർ ചക്രവർത്തിയുടെയും ബീർബലിന്റെയും കഥയാണ്. ഒരു ദിവസം അക്ബർ ചക്രവർത്തി ബീർബലിന്റെ അടുത്ത് പറയാണ്. ബീർബൽ എന്ന് പറഞ്ഞാൽ അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിയാണ്. അപ്പോൾ രാജാവ് മന്ത്രി അടുത്ത് പറയാണ് ചുമരിൽ ഒരു വാചകം എഴുതാൻ. പക്ഷെ ആ വാചകം കേട്ട് കഴിഞ്ഞാൽ സന്തോഷത്തിലിരിക്കുന്ന ആൾക്ക് സങ്കടം, അതുപോലെ തന്നെ സങ്കടത്തിലിരിക്കുന്ന ആൾക്ക് സന്തോഷം വരണം. അതാണ് രാജാവിന്റെ കണ്ടീഷൻ. പക്ഷെ ബീർബൽ വളരെ ഈസി ആയിട്ട് വാചകം എഴുതി. അതും രണ്ട് വാക്ക് മാത്രമാണ് എഴുതിയത്. ഈ സമയം കടന്നു പോകുന്നുള്ള ഒരു ഒറ്റ വരി മാത്രം എഴുതി. ശരിയാണല്ലേ? ഏത് അവസ്ഥയിലിരിക്കുന്ന ആൾക്കും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സെന്റൻസ് ആണത്. നമുക്കിപ്പോ സന്തോഷത്തിലിരിക്കുന്ന ആൾക്ക് സങ്കടം വരും, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട. എപ്പോഴും നമ്മൾ ഹാപ്പിനെസിനെ കുറിച്ച്, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ചാനലിലൂടെ എപ്പോഴും ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് ഹാപ്പിനെസ് മാത്രമാണ്. അപ്പൊ സങ്കടപ്പെട്ടിരിക്കുന്നവരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്, ഈ സമയം കടന്നു പോകും. ഇതെല്ലാം നമ്മുടെ ലൈഫിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഏത് ക്രൈസിസിലൂടെ പോകുന്നവരായിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, ഹെൽത്ത് ബ്ലെസ്സിങ്സിലൂടെ പോകുന്നവരായിക്കോട്ടെ, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസിലൂടെ പോകുന്നവരായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഇതല്ല ലൈഫിന്റെ എൻഡ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സമയം കടന്നു പോകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ലൈഫിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പലരുടെയും ഒരു ധാരണയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അയ്യോ ലൈഫ് തീർന്നു പോയി, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ലൈഫിൽ മാത്രം എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ബാക്കി എല്ലാവരും ഹാപ്പിയാണല്ലോ, മറ്റുള്ള ലൈഫിൽ അല്ലെങ്കിൽ എന്നെ ദ്രോഹിക്കുന്നവരൊക്കെ എത്ര ഹാപ്പി ആയിട്ട് ദൈവം അവർക്കൊക്കെ എല്ലാം കൊടുത്ത് അവർ ഹാപ്പിയായി ജീവിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു, ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്യുന്നില്ല, പക്ഷെ എങ്കിലും എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നാണ് പലരുടെയും വിഷമം. പക്ഷെ ചില സമയത്ത് നമ്മളെ മനസ്സിലാക്കാൻ മറന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന രീതി വ്യത്യസ്തമായതുകൊണ്ടാണ് നമുക്ക് ഈ ചിന്തകളൊക്കെ വരുന്നത്. ഇതുപോലെ തന്നെയുള്ള ചിന്തകളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഡൗൺ ആയിരുന്ന സമയത്തൊക്കെ ഞാൻ പലപ്പോഴും ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ മെന്ററിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ആ ഒരു നോളജാണ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അതിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും, അതും അല്ലെങ്കിൽ ഒരു ലൈഫ് കോച്ചായി മാറാനും, അതിലൂടെ കുറച്ച് പേർക്കെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ആ കാര്യങ്ങളിലൂടെ അവരുടെ ലൈഫ് മാറുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പഠിച്ചതാ. പലരും നമ്മളെ മനസ്സിലാക്കുന്ന രീതി, നമ്മൾ ചിന്തിക്കുകയാണ് ഞാൻ ശരിയാണെന്ന് ചിന്തിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ എപ്പോഴാണോ നമ്മളെ കറക്റ്റ് ചെയ്യുന്നത് ആ സമയം മുതൽ നമ്മളും മാറാൻ തുടങ്ങും, നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കാഴ്ചപ്പാടുകളും എല്ലാം മാറാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അത്തരത്തിലൊരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ പോവുകയാണ്. നിങ്ങൾക്ക് ഒരാൾക്ക് അത്യാവശ്യമായിട്ട് വാങ്ങിച്ച പണം കൊടുക്കണം, അതിന്റെ ഡ്യൂ ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ കയ്യിൽ പണം എത്തിയിട്ടില്ല. അപ്പൊ ആ ഒരു ടെൻഷനും സങ്കടത്തിലും എന്താ പറയാ എങ്ങനെ ചെയ്യും എന്നൊക്കെ അങ്ങനെ ചിന്തിച്ച് ആകെ വിഷമിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്ത്, ഫാമിലിയുടെ അടുത്തൊക്കെ ആയിരിക്കും പലപ്പോഴും ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യം അവർ നിങ്ങളെ ബ്ലെയിം ചെയ്യുക, എന്തിനാ ഇങ്ങനെ ചെയ്യാൻ നിന്നേ, അല്ലെങ്കിൽ ചിലപ്പോൾ നീ ബിസിനസ്സിന് വേണ്ടി വാങ്ങിച്ചത് എന്തിനായിക്കോട്ടെ, ആദ്യം അവർ നമ്മളെ ബ്ലെയിം ചെയ്യുക അല്ലേ, എന്തിനാ അങ്ങനെ ചെയ്ത്. അപ്പൊ നമ്മളൊരു ഇച്ചിരി സമാധാനം കിട്ടാൻ, അല്ലെങ്കിൽ ഇത്തിരി ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഡീമോട്ടിവേറ്റ് ആയിപ്പോകും അവർ പറയുന്നത് കേട്ട്. കാരണം അവർ ആദ്യം നമ്മളെ കുറ്റപ്പെടുത്തും, നീ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ നിനക്ക് ഇത്ര കടം വന്നേ, ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തും. പക്ഷെ ചിലർക്ക് ലക്കിലി അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കില്ല, ചിലർ സമാധാനിപ്പിക്കുന്നവരും സപ്പോർട്ട് നൽകുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം ആളുകൾക്കാണ് ഒരു മെന്ററിന്റെ ആവശ്യം. അതിനിപ്പോ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ഇനി വേറെ ഏത് ഹെൽത്ത് ചാലഞ്ചസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, അവർക്കൊക്കെ പലപ്പോഴും തീർന്നു പോവാണ്. അയ്യോ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത്തരത്തിൽ അസുഖം വന്നു, എൻ്റെ ലൈഫ് അങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിനും വീട്ടുകാരായിട്ടും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി സ്വന്തം പാരൻസിനോട്ടും ഒക്കെ പ്രശ്നത്തിലാണ്, എൻ്റെ ലൈഫിൽ ഇനി ഒരു ഹാപ്പിനെസ് ഇല്ല എന്ന് അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവർക്കൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് ഈ സമയം കടന്നു. പക്ഷെ നിങ്ങൾ തീരുമാനിക്കണം
ഈ ഒരു നിമിഷം എൻ്റേതാണ്, ഈ നിമിഷം ഞാൻ എൻ്റെ മാറണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നിടത്താണ് നിങ്ങൾ ലൈഫ് മാറുന്നത്. ആദ്യം സ്വയം തീരുമാനിക്കണം, എൻ്റെ ഈ ലൈഫ് ഇങ്ങനെ പോയാൽ പോരാ, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നതിലേക്ക് എത്തിപ്പെടണം. അങ്ങനെ ഒരു തീരുമാനം, ആദ്യം ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം എൻ്റെ ലൈഫ് ഞാൻ അങ്ങനെയാണ് മാറിയത്. ഞാൻ സ്വയം മോട്ടിവേറ്റ്, പൊതുവേ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ചുറ്റിലും ഇനിയിപ്പോൾ എൻ്റെ ഫാമിലിയൊക്കെ ആണെങ്കിൽ പൊതുവെ ഞാൻ മാക്സിമം പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ചില അവസ്ഥകളിൽ നമ്മൾ തീരെ ഡൗൺ ആയി പോകും. അപ്പം നമുക്ക് തോന്നും നമുക്ക് എന്താ പറയുക, നമുക്ക് ഇങ്ങനെയല്ല, വേറെ എന്തൊക്കെയോ നമുക്ക് അറിയാനും പഠിക്കാനും ഉണ്ട്. കാരണം ചിലർ എപ്പോഴും ഹാപ്പി, ചിലർ നാച്ചുറലി അങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഒരുപാട് പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു എന്താ പറയുക, എപ്പോഴും നമുക്കൊരു ഹാപ്പിനെസ് സ്റ്റേറ്റിൽ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മുടെ ഹാപ്പിനെസ്സിനെ ഇളക്കം തെറ്റാത്തൊരവസ്ഥയിലേക്ക് ഇപ്പം അങ്ങനെ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അതൊരു 5-10 മിനിറ്റിന് ശേഷം നമുക്ക് ബാക്ക് ടു നമ്മുടെ ഒരു ഹാപ്പിനെസ് സ്റ്റേറ്റിലേക്ക് വരാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ ഭാഷയിൽ പറയുക നമ്മുടെ അലൈൻമെന്റ് സ്റ്റേജ് എന്നൊക്കെ പറയും. ആ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ടൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നാച്ചുറലി ചിലർക്ക് അതിനുള്ള കഴിവുണ്ട്. പക്ഷെ 90% ആളുകൾക്കും അത്തരം കഴിവുകളില്ല. അവർക്ക് വേറൊരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ ലൈഫിലേക്ക് കൂടുതൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും. അല്ലെങ്കിൽ ചിലത് എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ചിലരിങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ, ചില പ്രാക്ടീസ് ചെയ്യാൻ പലപ്പോഴും മടി കാണിക്കാറുണ്ട്. പക്ഷെ എൻ്റെ മെൻറ്റർ എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകും. അപ്പം നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും നമ്മുടെ പിന്നിൽ നിന്നൊരു പുഷ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഓൺ ദ സ്പോട്ടിൽ ചെയ്തു പോകും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്കൊരു മെൻറ്ററിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുപാട് സെഷൻസ് വരുന്നുണ്ട്, EFT ടാപ്പിംഗ് വരുന്നുണ്ട്. അതിലൂടെയൊക്കെ നിങ്ങൾക്ക് എത്ര കാലങ്ങളായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ വൂൺസും നിങ്ങൾക്ക് ഹീൽ ചെയ്യാനും നിങ്ങളുടെ ഒരു ഹാപ്പി സ്റ്റേറ്റിലേക്ക് വരാനായിട്ടും പറ്റും. അപ്പോൾ അത്തരം കോച്ചിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ വഴി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്